അപ്പൊ അമ്മണിയമ്മയൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമേ ഉള്ളൂ. പ്രത്യേകിച്ച് സൂചിപ്പിക്കാതെ മറിയിച്ചിട്ട് പറയും. സൂചിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലേ അമ്മേ? ആ അച്ഛൻ ഇവരെയൊക്കെ ഞാനായിട്ട് പരിചയപ്പെടുത്തുന്ന കാര്യമല്ല. മറ്റേ നമ്മളെ ബിഗ് ബോസ് കണ്ടിട്ടുള്ളവർക്ക് എപ്പിസോഡിക്കൽ കഥകളൊക്കെ അറിയാം. ഭാര്യയും കുട്ടികളും ഒക്കെയാണ്. ഇവരൊക്കെയാണ് ഇവിടെ ഇപ്പൊ ഉള്ളത്. പിന്നെ കുറച്ചാലും അതിനകത്ത് വരുന്നത്. ഇതിനൊരു കഥ പറയാട്ട്. അതല്ലേ കേട്ടേ സെറീനെ, ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ഷെഡിലായിരുന്നു പറഞ്ഞ ഈ ഓ ഇതാണ് ആ ഷെഡ്. കുറച്ചു കാലം ഞാൻ താമസിച്ചപ്പെടായിരുന്നു. കള്ളത്തറ പറഞ്ഞ കേട്ടോ, അമ്മയാണെന്ന് ഞാൻ നോക്കത്തില്ല. എന്റെ കോവിഡ് വന്ന സമയം മൊത്തം ഞാൻ ഇവിടെ അല്ലായിരുന്നു. അത് ബാക്കിയുള്ളവർക്ക് ഇൻഫെക്ഷൻ കിട്ടാതിരിക്കാനായിരിക്കും. അതെ അതെ, ഞങ്ങൾ ക്വാറന്റൈൻ വീടായിരുന്നു. കോവിഡ് കാലം ആണ്. അച്ഛൻ സത്യം പറയുന്നത്. ഞാനത് അഖിലേട്ടാ ഇതോ ആ ഫോട്ടോ. അത് ഉമ്മൻചാണ്ടി സാറ്. ഞാൻ അതിനെ പറ്റി എന്തെങ്കിലും കഥ പറയാനുണ്ടോ? ഞാൻ ആദ്യമായിട്ട് എനിക്ക് പുസ്തകം പ്രകാശനം ചെയ്യാൻ പോയി എടുത്ത ഫോട്ടോ. ആദ്യം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി സാറോടുള്ള കഥയൊക്കെ ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുള്ളതാണ്. ഇത് യഥാർത്ഥത്തിൽ അമ്മയുടെ നാടാണ്, അമ്മയുടെ വീടാണ്. ഇവിടെ തന്നെ ആയിരുന്നു ഇവരെല്ലാം കുടുംബമായിട്ട്. ഇവിടെ നിന്ന് അച്ഛന്റെ നാട്ടിലേക്ക് ഞങ്ങൾ പോവുകയാണ് ചെയ്തത്. അപ്പൊ ഇത് ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഇവിടെയാണ്. കോളേജ് എല്ലാം ഇവിടെ തന്നെ. ഇവിടെ നിന്നാണ് കോളേജും +2 അപ്പൊ ഇവിടെ നിന്നാണ് എല്ലാ ഉയർച്ചകളും സംഭവിച്ചത്. അതെ, താഴോട്ട് പോയെങ്കിലേ മേപ്പോട്ട് പോകാൻ പറ്റൂ. വേർത്ത് കുളിച്ച് അവശ നിലയിലായി. അഖിലേട്ടൻ എങ്ങോട്ടാണോ ഇനി അടുത്തായിട്ട് കൊണ്ടുവന്നത്. സോ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോവാം. നമ്മുടെ വണ്ണപ്പൊമ്മന്റെ സ്കൂളൊക്കെ ഒന്ന് കാണിച്ചേക്കാന്ന് വെച്ചു. എത്രാം ക്ലാസ് വരെയാ ഇവിടെ? ഇവിടെ 10ാം ക്ലാസ് വരെ. ഇവിടുത്തെ പഴയ സ്കൂൾ ലീഡറൊക്കെ ആയിട്ട് ആ സ്റ്റേജിലായിരുന്നു. ഇത് ഏതായിരുന്നു എൻ്റെ 10ാം ക്ലാസ് എന്ന് പറയുന്നത്. എൽജി അക്കാഡമിയാണ്. അഖിലേട്ടൻ പറഞ്ഞിട്ടുണ്ടല്ലോ സ്കൂൾ കാലഘട്ടത്തിൽ ഒത്തിരി ഗേൾ ഫ്രണ്ട്സും. അല്ല, ഇത് ഗേൾ ഫ്രണ്ട്സ് ഇവിടെ, ഇത് ബോയ്സ് സ്കൂളാണ്. ഇത് ഈ സ്കൂളാണ് ആക്ച്വലി ഞാൻ 4ാം ക്ലാസ് വരെ പഠിച്ചത്. ഇതുപോലെ ജിറാഫും ചാടിക്കട കയറിക്കാൻ വേണ്ടി എങ്ങനെ ചാടും. ഇവിടെ പണ്ട് നമ്മുടെ ഈ പുള്ളിയുടെ മൂട്ടിലായിരുന്നു അമ്മൂമ്മ മറ്റേ നമ്മൾ ഇതുണ്ടല്ലോ കാരക്ക, നെല്ലിക്ക, ഇതൊക്കെ ഉപ്പിലിട്ട് ഇങ്ങനെ വിൽക്കത്തില്ലേ. അന്ന് നമ്മളില്ലോ 50 പൈസക്ക് 1 രൂപയ്ക്ക് 10 കിട്ടും. ഞങ്ങൾ ഇന്റർവ്യൂ സമയത്ത് ഓടി വന്ന് നിങ്ങൾക്ക് എന്താ ഇങ്ങോട്ടിറങ്ങി വരാൻ. ഇങ്ങോട്ട് ഇറങ്ങി മാടി അങ്ങോട്ട്, അല്ലെങ്കിൽ നീ വലിയ ചാട്ടക്കാരിയാണല്ലോ.